ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൺ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഓമയ്ക്കായിട്ട് മോര് കാച്ചിയതാണേ. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. കുമ്പളങ്ങായും വെള്ളരിക്കായും ഒക്കെ ചേർത്ത് നമ്മൾ മോര് കാച്ചുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഓമയ്ക്കായിട്ട് വെച്ച ഈ മോര് കാച്ചിയതിനും. ഇതിനായിട്ട് ഞാൻ ഒരു ഓമയ്ക്കയുടെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിയുന്നതാണ് മോര് കാച്ചിയതിന് നല്ലത്. ഞാൻ കുക്കറിലിട്ടാണ് ഓമയ്ക്ക വേവിക്കുന്നത്. അതാകുമ്പം പെട്ടെന്ന് തന്നെ വെന്ത് സോഫ്റ്റായിട്ട് കിട്ടും. ഓമയ്ക്ക എല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കഷ്ണങ്ങൾ വേകുന്നതിനാവശ്യമായ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. തവി കൊണ്ട് എല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ലിഡ് വെച്ച് അടച്ച് 2 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം. 1 കപ്പ് നല്ല കട്ട തൈരാണ് മോര് കാച്ചാനായിട്ട് എടുത്തിരിക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ നിങ്ങൾ 1/2 കപ്പ് എടുത്താൽ മതി. 1/2 കപ്പ് തേങ്ങാപ്പീര് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എരിവിനാവശ്യമായ 3 പച്ചമുളകും 3-4 കഷ്ണം ചുവന്നുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. തേങ്ങ അരച്ചെടുക്കുന്നതിന് വെള്ളമല്ല ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, തൈര് ചേർത്താണ് അരച്ചെടുക്കുന്നത്. എടുത്ത് വെച്ചിരിക്കുന്ന തൈരിൽ നിന്നും പകുതി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കാതെ തൈര് തന്നെ ചേർത്ത് അരയ്ക്കുന്നത് കൊണ്ട് നീണ്ടു പോകാതെ നല്ല കുറിയ ചാറോട് കൂടിയ മോര് കാച്ചിയത് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. കുക്കറിൽ വെന്ത ഓമയ്ക്ക ഞാനൊരു ചട്ടിയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. കുക്കറിലുണ്ടായിരുന്ന വെള്ളം തന്നെയാണ് ചട്ടിയിൽ കാണുന്നത്. ഓമയ്ക്ക നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഓമയ്ക്കായിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ബാക്കി തൈരും കൂടെ ഞാൻ അരപ്പിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഓമയ്ക്കായ്ക്കുള്ള ഉപ്പ് മാത്രമേ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തവി കൊണ്ട് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. ഇനി അടപ്പ് കൊണ്ട് അടച്ചൊന്നും കൊടുക്കണ്ട. ലോ ഫ്ലെയിമിൽ വെച്ച് മോര് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. മോര് ചൂടായി വരുന്നിടം വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ മോര് തിളച്ച് വരരുത്. തിളച്ചാൽ മോര് പിരിഞ്ഞു പോകും. നല്ലവണ്ണം ഒന്ന് ചൂടായി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണം. മോര് ഇപ്പോൾ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ ആവി പറക്കുന്നത്. ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണം. ചട്ടി ആയതുകൊണ്ട് ചൂട് പോകാൻ താമസമാണ്. അതുകൊണ്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞും 2 മിനിറ്റോളം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി മോര് കറിയിലേക്ക് കടുക് താളിച്ചത് ചേർക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകും ഉലുവയും ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 2-3 ചെറിയ ഉള്ളി അരിഞ്ഞതും 2 വറ്റൽമുളക് മുറിച്ചതും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഉള്ളിയും കറിവേപ്പിലയൊക്കെ നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാവൂ, ഇല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകുമേ. ഇനി ഇത് മോര് കാച്ചിയതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് താളിച്ചത് ചേർത്ത് കൊടുത്ത ശേഷം 5 മിനിറ്റ് അടപ്പ് കൊണ്ട് അടച്ച് വെക്കാം. അതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. അടപ്പ് മാറ്റി നമുക്ക് കറി ഒന്ന് ഇളക്കി കൊടുക്കാം. താളിച്ചപ്പോൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് കറിക്ക് നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റുമാണ്. നിങ്ങൾ ഇതുപോലെ ഓമയ്ക്ക കൊണ്ട് മോര് കാച്ചിയിട്ടുണ്ടോ? നല്ല ടേസ്റ്റോടു കൂടി ഒരു മോര് കാച്ചിയതാണ് ഇത്. ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടെ നല്ലവണ്ണം ഒന്ന് കുറുകി വരും. വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം താങ്ക്സ് പറയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.